ആൻസൈറ്റി ട്രിഗേഴ്സ്. ആൻസൈറ്റി ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ആൻസൈറ്റി ഉണ്ടാവാൻ കാരണമാകുന്നത് എന്താണോ അതിനെയാണ് ആൻസൈറ്റി ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം 7 തരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ആൻസൈറ്റി ഡിസോർഡർ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ്, GAD എന്ന് പറയും. അതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് വറീസ്, നെഗറ്റീവ് പ്രഡിക്ഷൻ ആൻഡ് നെഗറ്റീവ് തോട്ട്സ് ആണ്. ഭാവിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ആകുലതയും അതേപോലെ നെഗറ്റീവായിട്ട് പ്രഡിക്റ്റ് ചെയ്യാം. ഞാൻ പരീക്ഷ എഴുതും, എന്തായാലും തോക്കും എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള പ്രഡിക്ഷൻ, നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂസ്ലി വരിക എന്നുള്ളതിൻ്റെ ആണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. രണ്ടാമത്തെ ആൻസൈറ്റി ഡിസോർഡർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷൻസ് ആണ്. മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എൻ്റെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തും, നെഗറ്റീവായിട്ട് കാണും, എന്നെ കുറ്റപ്പെടുത്തും എന്നൊക്കെയുള്ള ഫിയർ കൊണ്ടുണ്ടാവുന്ന ആൻസൈറ്റിയാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. മൂന്നാമത്തത് പാനിക് ഡിസോർഡർ എന്ന് പറയും. പാനിക് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അത് വീണ്ടും എനിക്ക് ഉണ്ടാവുമോ എന്നുള്ള ഭയം ആണ് പാനിക് ഡിസോർഡർ എന്ന് പറയും. അടുത്തത് അഗോരാഫോബിയ എന്ന് പറയും. അഗോരാഫോബിയ എന്ന് പറയുന്നത് പാനിക് അറ്റാക്ക് ഉണ്ടായ സ്ഥലങ്ങളെക്കുറിച്ചൊരു ഭയമുണ്ടാവും, ആ സ്ഥലത്ത് പോകാൻ ഭയപ്പെടുക, ആ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ആൻസൈറ്റി ഉണ്ടാകുന്നതിനാണ് അഗോരാഫോബിയ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഭയം ഉണ്ടാവും. അടുത്തത് സ്പെസിഫിക് ഫോബിയാസ് ആണ്. പെർട്ടിക്കുലറായിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനെയോ ഏതെങ്കിലും ആൾക്കാരെയോ ഏതെങ്കിലും ആനിമൽസിനെയോ ഏതെങ്കിലും ഒബ്ജക്ട്സിനെയോ ഭയപ്പെടുന്നതിനെയാണ് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത്. അടുത്തത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് പറയുന്ന ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഇതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻട്രൂസീവ് തോട്ട്സും കണ്ടാമിനേഷനെ കുറിച്ചുള്ള തോട്ട്സും അതുപോലെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള തോട്ട്സുമാണ്. ഉദാഹരണത്തിന് ഞാൻ കൈ കഴുകിയിട്ട് വൃത്തിയായോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൈ കഴുകിക്കൊണ്ടിരിക്കുക, അതുപോലെ ബാത്റൂമിൽ പോയി കുളിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുറേ സമയം കുളിക്കാൻ സമയം എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് വരുന്നതിനെയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അടുത്തത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും, PTSD. അതിൻ്റെ ട്രിഗർ എന്ന് പറയുന്നത് പണ്ടുണ്ടായൊരു ട്രോമാറ്റിക് ഇവൻസിനെ കുറിച്ചുള്ള മെമ്മറീസ് ആൻഡ് തോട്ട്സ് ആണ് അതിൻ്റെ ട്രിഗറിങ് ആയിട്ട് വരുന്നത്. പിന്നെ പണ്ടുണ്ടായൊരു ട്രോമാറ്റിക് ഇവൻറ്റിനോട് കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള തോട്ട്സും ഇമോഷൻസും അതുപോലെ മെമ്മറീസും ഒക്കെ കൂടുതലായിട്ട് വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ആൻസൈറ്റിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ട്രിഗർ എന്നനുസരിച്ച് വേണം ആൻസൈറ്റി ഡിസോർഡർ ഡിസൈഡ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും.